വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ നമ്മൾ രാവിലെ കണിയൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. കണ്ടത് രാവിലെ ഭയങ്കര വെയിൽ. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് വന്നു. 1-ാം തീയതി വിഷുവൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് കൈനീട്ടമൊക്കെ കിട്ടി അമ്പലത്തിൽ നിന്ന്. അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. അവിടെ നമുക്ക് എക്സൈറ്റഡ് ആയിട്ട് നമുക്കതേ കണ്ടില്ല, ഈ വിഷുക്കെട്ട് കഴിക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കര എക്സൈറ്റഡാണ്. വിഷുണ്ടെന്ന് മാത്രം ഉണ്ടാക്കുന്ന സ്പെഷ്യൽ സാധനമാണ്. അതിൻ്റെ കൂടെ അതേ മാങ്ങാക്കറി കൂടെ ഒഴിച്ച് കഴിക്കണം. ഭയങ്കര ഇഷ്ടമാണ്, അത് ഭയങ്കര ടേസ്റ്റാണ്. അതേപോലെ വേറൊരു കോമ്പിനേഷനുണ്ട്, ശർക്കര നീര് ഒഴിച്ചൊരു കോമ്പിനേഷൻ, അത് നല്ല ടേസ്റ്റാണ്. എങ്ങനെയുണ്ട്? അത് കഴിഞ്ഞ് ഉച്ചയായി. ഉച്ചയ്ക്ക് ഇതേ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള സദ്യയാണ്. അപ്പോൾ ഇതേ പപ്പടവും പരിപ്പും പപ്പടവും ഒക്കെ മിക്സ് ചെയ്ത് ഞാൻ കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതേപോലെ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത് പായസം കുടിക്കാനായിരുന്നു. അപ്പോൾ ഇത് റെഡി ടു മെയ്ഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസ്, അപ്പോൾ നമുക്ക് ഇലയിലിട്ട് കഴിക്കാൻ ഇത്തിരി പാടായിരുന്നു. അങ്ങനെ ഞാൻ പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സംഭവത്തിന്. അങ്ങനെ ഞാൻ പിന്നെ അത് ഗ്ലാസ്സിലാക്കി കുടിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. പക്ഷേ എന്നാലും ഇല കഴിക്കുമ്പോൾ ഒരു ഇതില്ല. അപ്പോൾ എന്തായാലും ടാറ്റാ. അപ്പോൾ ഒന്നും കൂടി ഹാപ്പി വിഷു. അപ്പോൾ ബൈ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.